ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്റ്റഫ്ഡ് പൊറോട്ട പൂരിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു പൊറോട്ട പൂരിയാണ്. അപ്പോൾ പൊറോട്ട പൂരിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക കേട്ടോ. ഇതിൽ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്ങും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക കേട്ടോ. ഒരുപാട് പേര് കാണാത്തവരുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ ബെൽ ബട്ടൺ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പൂരിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ കുഴച്ചാൽ മതി. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും. അത്യാവശ്യം കുറച്ച് ടൈറ്റ് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് സമയം അടച്ച് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ല, നല്ലൊരു ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു വലുപ്പത്തിൽ തന്നെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള മിക്സാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇറച്ചി വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ഫില്ലിങ് റെഡിയാക്കട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതിലേക്ക് തന്നെ നമുക്ക് അവല് പഴമൊക്കെ ചേർത്തിട്ടും ചെയ്യാം. ഈ ഒരു ചപ്പാത്തി പലകയിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയാൽ മതി. കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട്. ഇനി കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്നുമല്ല കേട്ടോ, ഓയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എടുക്കുക. ഇനി കുറച്ചൊന്ന് പൊടി മൈദ തന്നെ ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഇതിന് നെയ്യും ബട്ടറൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എടുക്കുക കേട്ടോ, ഓയിലിന് പകരം. ഇനി നമുക്ക് തേങ്ങേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയിൽ തന്നെ നമുക്ക് അവല് ചേർക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ നട്ട്സൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പരിപ്പ് വെച്ചിട്ടോ എന്ത് ഫില്ലിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ചൊന്ന് നമ്മളൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാക്കിയിട്ട് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതുപോലെ അങ്ങോട്ട് ചുരുട്ടിയെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ആ പൊറോട്ടേൻ്റെ ആ ലെയറുകൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. നമ്മൾ പൊറോട്ട പൂരിയാണല്ലോ, അപ്പോൾ ആ പൊറോട്ടയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്താണെങ്കിലും ഉൾഭാഗത്ത് നല്ല ലെയറുകളായിട്ട് തന്നെ ഇതുണ്ടാവും. അതിനാണ് നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ലെയറുകൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉൾഭാഗത്ത് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് റോളറോ കാര്യങ്ങളൊന്നും വേണ്ട, കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുക. അതുപോലെ വീശി അടുക്കൊന്നും വേണ്ട, ഫില്ലിങ് ഉള്ളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചുരുട്ടി വെച്ചത് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പരത്തി കൂടുതൽ സമയം വെക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചുരുട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ മാവ് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. അത് നമ്മൾ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരുപാട് ടൈം നമ്മൾ പരത്തി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതിന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചൂടായ ഓയിലിട്ടിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ എടുക്കുമ്പോൾ പിന്നെ നമ്മളത് ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വേസ്റ്റായി പോവും. അപ്പോൾ ഓയിൽ കുറച്ച് ചൂട് കുറവായിരുന്നുണ്ട്, അതാണ് അത്ര ആവാനുള്ളൊരിത്. നല്ല ചൂടായ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാം. നമുക്ക് സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഒരു പൂരി പോലെയൊക്കെ ഒറ്റ ഇതായിട്ട് പൊള്ളായിട്ടൊന്നും ചിലപ്പോൾ ഉള്ളി വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് ഫില്ലിംഗ് ഒക്കെ ഉള്ള കാരണമാണ്. എന്നാൽ തന്നെ നന്നായിട്ടൊരു ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ലെയറുകളായിട്ട് തന്നെ വരും. ഇത് ശരിക്കും നമ്മുടെ പൊറോട്ടൻ്റെ ആ ഒരു ഇതിൽ തന്നെ വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് തന്നെയാണ്. ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ നമ്മുടെ ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു ഫില്ലിങ്ങൊക്കെ ഉള്ളത് കാരണം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിക്കൊന്നും വേണ്ട കേട്ടോ കഴിക്കാൻ. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ട പൂരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളെ പൊറോട്ടേനേക്കാളും കഴിക്കാൻ ടേസ്റ്റാണ്. പൊറോട്ട ക്രിസ്പായത് കാരണം തന്നെ ആ പൊറോട്ടയുടെ ടേസ്റ്റും ആ ഒരു ക്രിസ്പ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ആ തേങ്ങേൻ്റെ ഒരു മധുരം എല്ലാം കൂടി ആകുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇറച്ചിൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഏതാണ് ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഏത് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് മൈദ കുഴക്കുന്ന സമയത്താണെങ്കിലും മുട്ടയോ പാലോ ഒന്നും ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങോട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല ക്രിസ്പായിട്ട് തന്നെയാണ് നമ്മുടെ പൂരി ഇരിക്കുക. പിന്നെ പറഞ്ഞാൽ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്ന കാണിക്കണില്ല, ഞാൻ കുറച്ച് മാത്രം ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ കഴിയണില്ല. നല്ല ഇതാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, മുകൾ ഭാഗം നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.